മറ്റൊരു മുളക് ചെടിയുടെ വീഡിയോ ആണിത്. ഇവിടെ തന്നെ നമ്മൾ കറിക്ക് വാങ്ങിക്കുന്ന വറ്റൽ മുളക്, അതായത് ഉണക്കമുളക്, മിച്ചം വരുമ്പം അവസാനത്തെ കേട് വന്നതും എല്ലാം നമ്മൾ കളയുമ്പോൾ അതിൽ കുറേ കുരു ലൂസായി ഇറങ്ങി ഇരിക്കുന്നുണ്ടാവും. ആ മുളക്, വറ്റൽ മുളക് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് നമ്മൾ മുളകെല്ലാം തീർത്ത് കഴിഞ്ഞ് കുറച്ച് പൊട്ടിയതും കേടുവന്നതുമായ മുളകിൻ്റെ കൂടെ കുറേ വിത്തുകൾ കാണും, ലൂസായി വന്ന് മുളകിനകത്തു നിന്നൊക്കെ ഇറങ്ങി പൊഴിഞ്ഞ് കിടക്കുന്ന. അതിനെയെല്ലാം ഞാനൊരു സ്ഥലത്ത് കൊണ്ടിട്ടപ്പം അതിൽ നിന്ന് കുറേ അധികം തൈകളങ്ങ് കിളിച്ച് വന്നു. അത് ഞാൻ പരിപാലിച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് നട്ട 2 തൈകളാണിത്. ഒരു പോട്ടിംഗ് മിക്സും അതിനകത്ത് കുറച്ച് വളവും എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയും സാധനങ്ങളും ഇട്ട് മണ്ണും ചകിരിച്ചോറും പോട്ടി മിക്സും എല്ലാം കൂടെ ചേർത്ത് നട്ടതാണ്. അങ്ങനെ നട്ടപ്പോഴാണ് എനിക്കിത് നല്ല രീതിയിൽ വളർന്നു. അതായത് ആ മണ്ണിൽ, അങ്ങനെ നട്ട ആ മിക്സ് മണ്ണിൽ ധാരാളം വേരിറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. ധാരാളം ശിഖരങ്ങൾ നല്ല രീതിയിലുണ്ടായി. ഞാൻ കുറച്ച് അതിൻ്റെ തുമ്പൊടിച്ച് വളർന്നു വന്ന ആ ഒറ്റക്കൊണ്ടയുടെ ശിഖരം മുകളിൽ വെച്ച് നുള്ളി കളഞ്ഞപ്പോൾ കുറച്ച് ബ്രാഞ്ചസ് ആയിട്ട് വന്നു. അങ്ങനെ 2 തൈകളാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു മുളകിൻ്റെ തൈയാണിത്. ഈ മുളകാണ് ഞങ്ങൾ ഉണക്കമുളകായി ഇവിടെ വാങ്ങിച്ച ആ മുളക്. അതിൻ്റെ പച്ച രൂപമാണ് ഇപ്പം നമുക്ക് ഈ തൈയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് ഉണങ്ങി മുറ്റി, നമ്മൾ നല്ലോണം മുറ്റിക്കഴിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കുമ്പോഴാണ് ഞങ്ങളിവിടെ വാങ്ങിച്ച ആ വറ്റൽ മുളകാകുന്നതെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതിലാദ്യമായിട്ടുണ്ടായ ഒരു മുളകാണ്. കുറച്ച് പൂക്കളുണ്ടായി, അതിൽ ആ പൂക്കൾ നല്ലോണം മുളക് പിടിക്കുന്നുണ്ട്. ഇത് മറ്റൊരു മുളക്, ഒരു വലുപ്പത്തിൽ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മുളക് ചെറുതായി ഉണ്ടായി നിൽക്കുന്ന ഒരു മുളക് ഉണ്ടായി നിൽക്കുകയാണ്. ചെറുതായിട്ടേ അത് ഉണ്ടായിട്ടുള്ളൂ, കാണത്തക്ക വലുപ്പമായിട്ടില്ല. ഇതാണ് ചെറിയ ഒരു കായാണ്. മറ്റ് പൂക്കളൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് കായായി ചിലത് പൊഴിഞ്ഞു പോകുന്നുണ്ട്, ഉണങ്ങി പൊലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ വെള്ളം കൃത്യമായിട്ട് ഒഴിക്കാൻ സമയം താമസിക്കും. ഒരു ദിവസം വെള്ളം കിട്ടാതെയൊക്കെ വരുന്ന സമയത്താണ് ഈ കായായി മാറുന്ന, പൂ വന്ന് വിരിഞ്ഞ് ഉണങ്ങി കായായി മാറുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മുടങ്ങാതെ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ മുളക് നമുക്ക് ഇല്ലാതായി പോകും, കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലിപ്പം ധാരാളം പൂക്കൾ കാണാവുന്നതാണ്. പൂക്കൾ വന്നിട്ടുണ്ട്.